ഒറ്റപ്പാലത്ത് തുണിക്കടയിൽ ഭാര്യയ്ക്കൊപ്പം വസ്ത്രം വാങ്ങാനെത്തിയ യുവാവിന് നേരെ ജീവനക്കാരന്റെ മർദ്ദനം. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഒറ്റപ്പാലം ചുരുങ്ങനാട് സ്വദേശി മുഹമ്മദ് മുസ്തഫ വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലം നഗരത്തിലെ ലോലിപോപ്പ് എന്ന ലേഡീസ് ടെക്സ്റ്റൈൽസിൽ നിന്നും കഴിഞ്ഞ മാസം 26-ന് മുഹമ്മദ് മുസ്തഫ ഭാര്യ ഷംനയ്ക്കൊപ്പം വന്ന് ചുരിദാർ വാങ്ങിയിരുന്നു. ചുരിദാറിനൊപ്പം ഷാൾ വയ്ക്കാൻ കടയിലെ ജീവനക്കാർ മറന്നിരുന്നു. ഇതിന്റെ ഷാൾ വാങ്ങാനായി വീണ്ടും കടയിലെത്തിയതായിരുന്നു ഇവർ. ഈ സമയം കടയിലെ ജീവനക്കാരനായ ഫെബിൻ റിംഷാനിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞാണ് തർക്കമുണ്ടാകുന്നത്. തർക്കം രൂക്ഷമായി സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ റിംഷാന തന്നെയാണ് മൊബൈലിൽ പകർത്തിയത്. തലയടിച്ചു വീണ മുഹമ്മദ് മുസ്തഫയെ വീണ്ടും ജീവനക്കാരൻ മർദ്ദിച്ചു. പരിക്കേറ്റ മുസ്തഫ വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 26-ാം തീയതി പെങ്ങള് ഇവിടെ ഒറ്റപ്പാലത്തുള്ള ലോലിപോപ്പ് എന്ന തുണിക്കടയിൽ ചുരിദാർ വാങ്ങിക്കാൻ പോയിരുന്നു. അപ്പം അതിലൊരു അതിന്റെ ഷാള് വെച്ചിരുന്നില്ല. അപ്പം അത് തിരിച്ച് നൽകി അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു മണിക്ക് എൻ്റെ പെങ്ങളും അവളുടെ ഹസ്ബൻഡും കൂടി അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഏകദേശം അവിടെയുള്ള ഒരു സെയിൽസ്മാൻ, പുതിയതാണെന്ന് അറിയില്ല, കാരണം അവൾ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം അവിടെ തന്നെ പർച്ചേസ് ചെയ്യുന്നു. എപ്പോൾ വന്നാലും അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യൽ. ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അവൾക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാഫിനോട് അവൾ സംസാരിക്കുന്ന ഇടയിൽ അവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെങ്ങളോട് സംസാരിക്കുകയും അതിലവൾ ഹേർട്ടായിട്ട് പിന്നീട് ആ സ്ഥാപനത്തിലെ മാനേജറെ വിളിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനോട് പറയും. ഹസ്ബൻഡ് അതിന് മുഖാരം മാനേജറിനെ വിളിച്ച് മാനേജറിനോട് സംസാരിച്ചു. ഇങ്ങനെ നിങ്ങളുടെ സ്റ്റാഫിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടായി, സംസാര ശൈലി ഉണ്ടായി ഭാര്യയോട്. അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം ഒന്ന് സംസാരിക്കുന്നുണ്ട്. മാനേജർ അതിനുശേഷം പുറത്തുണ്ടായിരുന്ന മാനേജർ തിരിച്ച് അവരുടെ സ്ഥാപനത്തിലേക്ക് വരികയും വന്നതിന് ശേഷം മാനേജറിനെ കൂട്ടി ആ വ്യക്തിയോട് സംസാരിക്കാൻ പോയപ്പോൾ മാനേജറിനോട് പറഞ്ഞതിനും കൂടി ഒരു ദേഷ്യത്തിന്റെ പുറത്താണ്. അത് വേറെ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ കടന്നാക്രമിക്കുകയും ചെയ്തു. ആദ്യം മുഖത്തേക്ക് അടിക്കുകയും പിന്നീട് ചാടി ചവിട്ടി നിലത്തിട്ട് കുത്തുകയും അങ്ങനെ പെങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടുന്ന് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റഡ് ആണ്. പെങ്ങളും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അളിയനും ട്രീറ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കസ്റ്റമർ പ്രകോപനപരമായി പെരുമാറിയതാണ് ഇത്തരമൊരു സംഭവത്തിന് കാരണമായതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. മർദ്ദിച്ച ജീവനക്കാരനെ കടയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയതായും മാനേജ്മെന്റ് അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.